ഓൺലൈൻ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ദുബായിൽ നിന്നും പുറത്തുവരുന്നത്. ദുബായിൽ താമസിക്കുന്ന ഒരു ഏഷ്യൻ ഡോക്ടർ തന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് 14ഓളം അനധികൃത ഇടപാടുകൾ നടത്തിയതായാണ് വാർത്ത. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിനിടെയാണ് ഓൺലൈൻ തട്ടിപ്പ് വീരന്മാർ ക്രെഡിറ്റ് കാർഡ് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തിയത്. ഒരു അന്താരാഷ്ട്ര ബാങ്കിലെ പ്രമുഖ ഉപഭോക്താവായ ഡോക്ടർ തന്റെ ക്രെഡിറ്റ് കാർഡ് എപ്പോഴും തന്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നും ഒരു മൊബൈൽ ഉപകരണത്തിലും ഒരിക്കലും ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു. 7 മണിക്കൂറിലധികം ദുബായ് മോളിലെ പ്രധാന ഇലക്ട്രോണിക്സ് കടകളിലും ഷാർജയിലെ സ്റ്റോറുകളും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഒന്നിലധികം ഇടപാടുകൾ നടന്നു. അവയിൽ പലതും 10,000 ദിർഹത്തിൽ കൂടുതലുള്ള ഇടപാടുകളായിരുന്നു. ഈ ഇടപാടുകളൊക്കെ നടന്നപ്പോൾ ഞാൻ ഒരു ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നുവെന്നും തന്റെ 4 ക്രെഡിറ്റ് കാർഡുകളും പൂർണ്ണമായി ഉപയോഗിച്ചുവെന്നും 2 എണ്ണം കുവൈറ്റ് ദിനാറിലായിരുന്നുവെന്നും അവയ്ക്കൊന്നും OTP ആവശ്യമില്ലായിരുന്നുവെന്നും ഡോക്ടർ വ്യക്തമാക്കി. ആപ്പിൾ പേ വഴിയാണ് ഇടപാടുകൾ നടന്നതെന്ന് ബാങ്ക് അറിയിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും ആപ്പിൾ പേയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും എന്റെ കാർഡ് ഒരിക്കലും അവരുടെ സേവനവുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് ആപ്പിൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അപ്പോൾ ഈ പേയ്മെന്റുകൾക്ക് എങ്ങനെയാണ് ബാങ്ക് അംഗീകാരം ലഭിച്ചതെന്നും ഡോക്ടർ ചോദിക്കുന്നു. ബാങ്കിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതുകൊണ്ടാണ് തട്ടിപ്പ് ഇത്രയും വലിയ രീതിയിൽ നടന്നതെന്നും ഡോക്ടർ ആരോപിച്ചു.